നീറ്റ് റാങ്ക് വന്നു കഴിഞ്ഞു. ഇനി ആശങ്കകളും അന്വേഷണങ്ങളാണ്. നമ്മളുടെ ഒരു ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് പോസിബിലിറ്റി ഉണ്ടോ ഇല്ലേ, കഴിഞ്ഞ കൊല്ലത്തെ ഒരു ലാസ്റ്റ് റാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ടോ, കിട്ടുകയാണെങ്കിൽ ഏത് കോളേജിൽ എവിടെ ആയിരിക്കും എന്നതാണ് പ്രധാനമായിട്ട്. പിന്നെ ഒരു കേരള റാങ്ക് പോസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ കൊല്ലത്തൊരു മാർക്ക് റാങ്ക് റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ട് ഈ വർഷത്തെ മാർക്ക് റാങ്ക് റിലേഷൻഷിപ്പിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. കട്ട് ഓഫ് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തത് ഏറ്റവും ലാസ്റ്റ് കാൻഡിഡേറ്റ്സിന് വന്നത് 536 526 ഇടയിലൊക്കെ വന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേസമയത്ത് ഈ പ്രാവശ്യം അതൊരു 560 570 അടുത്തേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നമുക്ക് വല്ലാതെ പ്രവചിക്കാൻ സാധിക്കില്ല. എങ്കിലും നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക് ഓൾ ഇന്ത്യ വെച്ചിട്ട് ഓൾ ഇന്ത്യ പോസിബിലിറ്റിയെ കുറിച്ച് അന്വേഷിക്കാം. അതിനു മുമ്പ് വളരെ വിശദമായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ നാളെ ഞാൻ ലൈവ് വരുന്നുണ്ട്. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം 4:30 ശേഷമായിരിക്കും ലൈവ് വരിക. അത് നിങ്ങൾ അറിയിക്കും. ആ ലൈവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് താഴെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ ലൈവ് വരാവുന്നതാണ്. ദെൻ അവിടെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാം. ബാക്കി അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പതിവ് പോലെ കരിയർ ഗുരു എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഈ വർഷവും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ചോയ്സസ് കൃത്യമായിട്ട് ഫില്ല് ചെയ്യാൻ ഏറ്റവും മികച്ച കോളേജുകൾ, യാത്രാ സൗകര്യങ്ങൾ, കോളേജുകളുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രോക്സിമിറ്റി, ദെൻ അതുപോലെ തന്നെ സേഫ്റ്റി, ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. പാരൻസ് പൊതുവേ പുറത്തേക്ക് വിടുമ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന അത്തരം കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ തരാനും കൃത്യമായിട്ട് ചോയ്സ് ഫില്ല് ചെയ്യാനും നമ്മൾ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങൾ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ റാങ്ക് വെച്ച് ഞങ്ങൾ ഇന്ന കോളേജിൽ വാങ്ങിത്തരാം, സെൽഫ് ഫിനാൻസിൽ സീറ്റ് വാങ്ങിത്തരാം. നോക്ക്, മെറിറ്റ് ത്രൂ അല്ലാതെ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സും നടക്കുന്നില്ല. ഇവൻ ആന്ധ്രയും തെലുങ്കാനയും പോലും കൃത്യമായിട്ട് ഗവൺമെൻറ് അതിൻ്റെ നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാത്രം ചെയ്യുക. ബാക്ക് എൻഡിൽ നിങ്ങൾക്ക് 5 ലക്ഷം തന്നാൽ ഞങ്ങൾ സീറ്റ് വാങ്ങിത്തരാം, 50,000 വന്നാൽ സീറ്റ് വാങ്ങിത്തരാം എന്നൊക്കെ പറയും. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നിങ്ങൾക്ക് വേണ്ടി ചോയ്സ് ഫില്ലിങ് മറ്റുള്ളവർ ചെയ്തു തരുന്ന, അത് നിങ്ങളുടെ റാങ്ക് വെച്ച് ഉറപ്പായിട്ടും കിട്ടും. അത് ആ ചോയ്സ് ഫില്ല് ചെയ്യുന്ന പണി, അതിനു വേണ്ടി 50,000 5 ലക്ഷവും 10 ലക്ഷവും വാങ്ങുന്ന ആളുകളുണ്ട്. അത്തരം ചതികളിൽ പെടാതിരിക്കുക. കരിയർ ഗുരു ഓഫീസിൽ വളരെ നോമിനലായ ഫീസ് വാങ്ങിയിട്ട് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ആ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്ക് ലാസ്റ്റ് റാങ്കിലേക്ക് വരാം. കഴിഞ്ഞ കൊല്ലം തേർഡ് അലോട്ട്മെൻറ്റ് നടന്നു കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യയിൽ 26,072 ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ലാസ്റ്റ് റാങ്ക്. ദെൻ OBC കാൻഡിഡേറ്റ്സിന് 26,231. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 2024 ജനറൽ കാൻഡിഡേറ്റ്സിന് 24,982. ഏകദേശം 1,500ഓളം റാങ്കുകളുടെ ഡിഫറൻസ് വന്നു. ദെൻ OBCയിൽ കഴിഞ്ഞ കൊല്ലം 26,231 അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം 2024 24,842 ലാസ്റ്റ് റാങ്ക് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 27,000-നും 28,000-നും ഇടയിൽ റാങ്ക് വരുന്ന ആൾ, 27,100 27,200, ദെൻ 28,000 റാങ്കിലൊക്കെ വരുന്ന ആളുകൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ജനറൽ ആയാലും OBC ആയാലും. ജനറൽ ആകുമ്പോൾ ഒരു 27,200 മുതൽ അങ്ങോട്ടാവാം. ദെൻ OBC ആകുമ്പോൾ 27,800 മുതൽ 28,000 വരെ ആവാം. ഇനി സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടന്നപ്പോൾ OBC കാൻഡിഡേറ്റ്സിന് 27,330 ലാസ്റ്റ് റാങ്ക്. ജനറൽ കാൻഡിഡേറ്റ്സിന് 27,332 ലാസ്റ്റ് റാങ്ക്. ദെൻ അതിൻ്റെ തൊട്ടടുത്ത വർഷം, മുമ്പത്തെ വർഷം 2024 തൊട്ട് മുമ്പത്തെ വർഷം 25,124 ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ലാസ്റ്റ് റാങ്ക്. അപ്പോൾ 27,332 കഴിഞ്ഞ കൊല്ലവും അതിന് തൊട്ട് മുമ്പത്തെ കൊല്ലം സ്ട്രേ വേക്കൻസിയിൽ 25,124, 1,500 റാങ്കുകളുടെ ഡിഫറൻസ്, 1,500 മേലെ റാങ്കുകളുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നല്ലോണം കണക്ക് കൂട്ടി നോക്കിയാൽ 2,000-ന് മേലെ റാങ്കുകളുടെ ഡിഫറൻസാണ് സ്ട്രേ വേക്കൻസിയിൽ 2024 2025 കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. ദെൻ അങ്ങനെ ആണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഒരു റാങ്കും OBC കാൻഡിഡേറ്റ്സിൻ്റെ റാങ്കും കമ്പയർ ചെയ്തിട്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ 28,500 29,000-ന് ഇടയിൽ റാങ്ക് വരുന്ന ആളുകൾക്ക് സ്ട്രേ വേക്കൻസിയിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 28,500 29,000 റാങ്കിൽ
അലോട്ട്മെൻറ്റ് ലാസ്റ്റ് സ്റ്റേ വേക്കൻസി ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഈ റാങ്കുകാർക്ക് സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി സെക്കൻഡ് സ്റ്റേ അലോട്ട്മെൻറ്റിലേക്കൊക്കെ പോകുമ്പോൾ ഏകദേശം ഒരു 29,500 വരെയൊക്കെ വന്നേക്കാം. അത് പ്രവചിക്കാൻ കഴിയില്ല, എങ്കിലും നമ്മളെ പ്രതീക്ഷയാണത്. ഇനി നമ്മൾ കേരള റാങ്ക് ഒന്ന് എടുത്തു നോക്കുക. കേരള റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന തേർഡ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പിന്നെ ഒരു 2-3 സ്റ്റേ വേക്കൻസിയും നടക്കും. സ്റ്റേ വേക്കൻസി അധികം സെൽഫ് ഫിനാൻസിലേക്കാണ് പോവുക. കേരള സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് തേർഡ് അലോട്ട്മെൻറ്റ് 9,004 ലാസ്റ്റ് റാങ്ക്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഗവൺമെൻറ് ഓൾ ഇന്ത്യ റാങ്ക് വന്നത് 10,555. ദെൻ സ്റ്റേ വേക്കൻസി ഫസ്റ്റ് സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് വന്നപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ 1,274 ലാസ്റ്റ് റാങ്ക്. അതിൻ്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് വന്നത് 14,421. അപ്പോൾ ഏകദേശം ഒരു 1,250 1,300 വരെ സ്റ്റേ വേക്കൻസി വരെ കാത്തിരിക്കാൻ റെഡിയാണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് ഈ സ്റ്റേറ്റിൽ. പക്ഷേ ഓൾ ഇന്ത്യയിൽ ഈ റാങ്ക് വെച്ച് നല്ല കോളേജ് ഇതിനേക്കാൾ മികച്ചത് കിട്ടും എന്നതുകൊണ്ട് ഞാൻ വിദ്യാർത്ഥികളോട് പറയാം, ഓൾ ഇന്ത്യ ചൂസ് ചെയ്യാനാണ്. ഒരു ശരിക്കും പറഞ്ഞ ഒരു 1000-അടുത്ത് വരുന്ന ആളുകൾ, ഒരു ശരിക്കും 850 900 റാങ്ക് വരുന്ന ആളുകൾ മാത്രം കേരളത്തിൽ നിൽക്കുക. ബാക്കിയുള്ളവരൊക്കെ സ്റ്റേറ്റ് ഓൾ ഇന്ത്യയിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്ത് നല്ല കോളേജ് കിട്ടുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചൊരു കോളേജ് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത് പുറത്തുള്ള കോളേജ് കിട്ടുന്ന. മുസ്ലിം മെറിറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നത് ലാസ്റ്റ് റാങ്ക് 2,374 ലാസ്റ്റ് റാങ്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ. അതിൻ്റെ കറസ്പോണ്ടിങ് റാങ്ക് 26,493. ദെൻ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ്റിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ദെൻ ഈഴവ മെറിറ്റിൽ 2,409 തേർഡ് അലോട്ട്മെൻറ്റിലെ ലാസ്റ്റ് റാങ്ക്. അതിൻ്റെ കറസ്പോണ്ടിങ് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 26,641. ദെൻ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ 2,491. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 27,475. അപ്പോൾ ഏകദേശം 26,500-നും 28,000-നും ഇടയിൽ വരുന്ന ഈഴവ കാൻഡിഡേറ്റ്സിന് ഓൾ ഇന്ത്യ റാങ്കിൽ വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഏതെങ്കിലും കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട്. പൊതുവേ ഞാൻ കുട്ടികളോട് പറയുക, ഗവൺമെൻറ് കോളേജുകളുടെ ലാസ്റ്റിലേക്ക് വരുന്ന റാങ്ക് വെച്ചുകൊണ്ട് എടുക്കാതെ, എന്ന് വെച്ചാൽ ഒരു നല്ല കോളേജ് കിട്ടണമെങ്കിൽ മിനിമം ഒരു 20,000 21,000 റാങ്കെങ്കിലും വന്നാലേ മോശമില്ലാത്തൊരു കോളേജിൽ ഈഴവ മെറിറ്റിന് കിട്ടുള്ളൂ. മുസ്ലിം മെറിറ്റിനാണെങ്കിൽ ഒരു 18,000 റാങ്കിനുള്ളിലൊക്കെ വന്നാലേ ഇവിടെ കിട്ടുള്ളൂ. അതേ സമയത്ത് ആ റാങ്ക് വെച്ചിട്ട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുത്താൽ നല്ല കോളേജ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ ഒരു ലാസ്റ്റ് റാങ്ക് എടുത്തു നോക്കിയാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ കാൻഡിഡേറ്റ്സിന് 10,841 തേർഡ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 1,22,020. ദെൻ സ്റ്റേ വേക്കൻസിയിൽ 11,586 ലാസ്റ്റ് റാങ്ക് വന്നതെങ്കിൽ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 1,32,057. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 1,25,000 മുതൽ 1,30,000 വരെ സ്റ്റേറ്റ് ജനറൽ മെറിറ്റുകാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഓൾ ഇന്ത്യ റാങ്ക് വരുന്ന ആൾക്ക്. ഇനി മുസ്ലിം മെറിറ്റ് വരുമ്പോൾ ലാസ്റ്റ് റാങ്ക് കേരള റാങ്ക് വന്നത് 12,635. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 1,46,979. മുസ്ലിം മെറിറ്റ് കാൻഡിഡേറ്റ്സിൽ ചില കോളേജുകളിൽ മൈനോറിറ്റി മെറിറ്റ് റിസർവേഷൻ ഉണ്ട്. മൈനോറിറ്റി മെറിറ്റ് റിസർവേഷൻ കഴിഞ്ഞ കൊല്ലം വന്നത് 14,048 ലാസ്റ്റ് റാങ്ക് അൽ അസ്ഹറിൽ. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് വന്ന 1,67,241. അപ്പോൾ ഏകദേശം ഒരു 1,45,000-നും 1,65,000-നും ഇടയിൽ ഓൾ ഇന്ത്യ റാങ്ക് വന്ന ആളുകൾക്ക് മുസ്ലിം മെറിറ്റിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സ്റ്റേ വേക്കൻസിയിൽ വന്നത് 15,897. അത് മൈനോറിറ്റി മെറിറ്റിലാണ്. ദെൻ 1,96,675 ഓൾ ഇന്ത്യ കറസ്പോണ്ടിങ് റാങ്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ലക്ഷത്തിനടുത്ത് റാങ്ക് വരുന്ന ആളുകൾക്ക് ഓൾ ഇന്ത്യയിൽ വന്ന ആളുകൾക്ക് മുസ്ലിം മെറിറ്റിൽ സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട്, അറ്റ്ലീസ്റ്റ് മുസ്ലിം മൈനോറിറ്റിയിലെങ്കിലും. ഈഴവ മെറിറ്റിൽ തേർഡ് റാങ്കിൽ വന്നത് തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നത് 11,397 തേർഡ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് വന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 1,29,447. ദെൻ
സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ 11,668 ലാസ്റ്റ് വന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഓൾ ഇന്ത്യ റാങ്ക് 1,33,343. അപ്പോൾ ഏകദേശം 1,25,000-നും 1,35,000-നും ഇടയിലുള്ള ഓൾ ഇന്ത്യ റാങ്കിൽ ഈഴവക്കാർക്ക് സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ കിട്ടും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കമ്പാരിസൺ നടത്തിക്കഴിഞ്ഞാൽ ഒരു 1,35,000 വരെ ഈഴവക്കാർക്കും ദെൻ മുസ്ലിം മെറിറ്റിൽ ഒരു 2 ലക്ഷത്തിനടുത്ത് വരുന്ന ആളുകൾക്ക് സ്റ്റേറ്റിൽ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. ഇത് തമ്മിൽ കമ്പാരിസൺ വെച്ചുകൊണ്ട് നമുക്കൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. കേരള റാങ്ക് വന്നാലേ കുറച്ചുകൂടി വ്യക്തത നമുക്ക് വരുള്ളൂ. പൊതുവേ ഞാൻ വിദ്യാർത്ഥികളോട് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് പ്രാധാന്യം കൊടുത്ത് അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. മികച്ച കോളേജുകൾ അവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ലാസ്റ്റ് റാങ്കിൽ വരുന്ന ഗവൺമെൻറ് കോളേജുകൾ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടി ഓൾ ഇന്ത്യയിലുള്ള ലാസ്റ്റ് റാങ്കിൽ വരുന്ന കോളേജുകൾ എടുക്കുന്നതായിരിക്കും. കാരണം പഴയ കോളേജുകളാണ്, പുതിയ കോളേജുകളല്ല. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നാളെ നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. അതിന് പുറമേ അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടുന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ചോയ്സസ് ഫില്ല് ചെയ്യുന്നത് കോളേജുകളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി അത് കൃത്യമായി തെറ്റില്ലാതെ ചെയ്ത് തരാനുള്ളൊരു സംവിധാനം കരിയർ ഗുരുവിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. മറ്റുള്ളടത്ത് പോയി 4 ലക്ഷം 5 ലക്ഷമൊക്കെ കൊടുക്കാതെ 50,000 60,000 ചോയ്സ് ഫില്ല് ചെയ്യാൻ കൊടുക്കാതെ ഇവിടെ വരുന്ന നോമിനൽ ഫീസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിൽ പങ്കെടുക്കുക. ഇവർക്ക് നല്ല സീറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.